രാവിലെ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. പുറത്ത് മീൻകാരൻ വരുന്ന ശബ്ദം കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന മീനൊക്കെ കുറവാണ്, അതും കടൽ മീൻ. ഇവിടെ പിന്നെ ആറ്റുമീനൊക്കെ കിട്ടും. ഞാൻ എന്നെ പുള്ളി എന്താ മീൻ കൊണ്ടുവന്നതെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. നൊത്തോലി എന്തായാലും ഉണ്ടാവും. നൊത്തോലി ഉണ്ട്, നൊത്തോലി ഉണ്ട്, മത്തിയുണ്ട്. ഐസിനടിയിൽ കൊഞ്ചും ഞണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. ഇപ്പോൾ കുറച്ച് നത്തോലി മേടിക്കാം. അപ്പോൾ നത്തോലിക്ക് 200 റുപ്പീസാണെന്നാണ് പറഞ്ഞത്. മത്തി ഇരിപ്പുണ്ട്, ഇത് നിറയെ മുള്ളുള്ളതാണ്. ഇതിപ്പോൾ കറി വെച്ച എന്താ പറയുക, കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ. ഞാനിപ്പോൾ നത്തോലി മീൻ മേടിച്ചു. നത്തോലിക്ക് ഇപ്പോൾ കിലോ ഇന്ന് 200 റുപ്പീസാണ്. ഐസിട്ട് നൊത്തോലി ആണെങ്കിലും കുറച്ച് ഫ്രഷ് ഉണ്ട്. സാധാരണ ഞാൻ തന്നെയാണ് മീൻ മേടിച്ചാൽ എപ്പോഴും ക്ലീൻ ചെയ്ത് എടുക്കാറുള്ളത്. ഇവിടെ മീൻ ക്ലീൻ ചെയ്തൊക്കെ തരും, പക്ഷേ ഇവർ ക്ലീൻ ചെയ്യുമ്പോൾ വേസ്റ്റേജ് നിറയെ പോകും. അതുമാത്രമല്ല, ചെറിയ ചെറിയ മീനൊക്കെ ആകുമ്പോഴത്തേനും അവർ ക്ലീൻ ചെയ്ത് തരില്ല, കാരണം ഒരുപാട് സമയം എടുക്കില്ലേ. ഇതിപ്പോൾ നെത്തോലി മീനിൻ്റെ തലയും വാലും നുള്ളിയിട്ട് ആ വയറിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ വേസ്റ്റ്, ആ വയറിലിരിക്കുന്ന കുടലും മറ്റുള്ളതൊക്കെ അങ്ങനെ എടുക്കാറാണ് ചെയ്യുക. അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. എപ്പോഴും ഞാൻ തന്നെ മീൻ ക്ലീൻ ചെയ്യാറ്. ഇതിപ്പോൾ ഇന്ന് കുറച്ച് സമയം അധികം പിടിക്കും, കാരണം നത്തോലി കുറച്ചധികം ഉണ്ടല്ലോ. 1 കിലോ ആണെങ്കിലും എണ്ണം കുറച്ച് കൂടുതലാണ്. ഇത് കോന്നത്തോലി ടൈപ്പിൽപ്പെട്ട മീനാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിന് കുറച്ചുകൂടെ സാധാരണ നത്തോലിയേക്കാളും കുറച്ചുകൂടെ ഇനി ഇതിന് വലിപ്പം വയ്ക്കും. അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആദ്യം ക്ലീൻ ചെയ്ത് 2-3 പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ കഴുകി, അതിനുശേഷം കല്ലുപ്പിട്ട് നന്നായിട്ട് ഉരച്ച് തന്നെ കഴുകും കേട്ടോ. ഇതിപ്പോൾ കഴുകുമ്പോഴത്തേനും ഇതിലിരുന്ന് എന്താ പറയുക, അതിൻ്റെ മീനിൻ്റെ ഉലുമ്പും അതിലുള്ള അഴുക്കും ഒക്കെ എടുക്കുമ്പോഴത്തേനും ഇപ്പോൾ ഒരു വെള്ളത്തിനൊരു കളർ വരും, അതിലുള്ള അഴുക്കും അതൊക്കെ പോകുമ്പോൾ. ഐസിട്ട് നൊത്തോലിയും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക, ഉപ്പിട്ട് കഴുകണം. ഉപ്പിട്ട് ഫ്രഷ് മീനായാലും ശരി, എല്ലാവരും ഉപ്പിട്ട് കഴുകും. ഇതിപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഉപ്പിട്ട് കഴുകി അതാ അടുത്ത പാത്രത്തിലോട്ട് മാറ്റി. ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിനൊരു കളറ് വരും, എന്ത് കളറാണ് നോക്കത്. മീനിലെ അഴുക്കും ഒക്കെ അതിൻ്റെ ഉലുമ്പും ഒക്കെ ഉള്ളത്. ഇനി ഒരു 2 പ്രാവശ്യം കൂടെ കഴുകാം കേട്ടോ. പിന്നെ ഞാനതിലൊരു പൊടിക്കൈ കൂടെ ചെയ്യും. അതെല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനത് ചിക്കനോ എന്താ പറയുക, മട്ടണോ ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മീനിൽ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിക്കും, അതുകൊണ്ടാണ്. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ എന്താ പറയുക, താഴെ വീണ മീൻ ഞാനത് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ. അതുപോലെ എടുത്തിടത്തില്ല വെള്ളത്തിൽ. ഇനി ആ പാത്രത്തിലിരിക്കുന്ന വെള്ളം കൂടെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ പൊടിക്കൈ ചെയ്യുമെന്ന്. വേറൊന്നുമില്ല, ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കും. കാരണം ഐസിട്ട മീൻ പിന്നെ അധികം എന്താ പറയുക, നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ കടപ്പുറത്ത് പോയി മീനൊന്നും മേടിച്ചിട്ട് വരാൻ പറ്റില്ലല്ലോ. ഈ തിരുപ്പൂരെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിവിടെ എന്താ പറയുക, മീനിന് ഫ്രഷ് മീൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സൺഡേ പോയി മാർക്കറ്റിൽ മേടിച്ചാലും എവിടെയും ഐസിട്ട മീൻ തന്നെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വിരകി വയ്ക്കും ഞാൻ. അതൊന്ന് ഇറങ്ങി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് എന്താ വിഷത്തിനൊക്കെ നല്ലതല്ലേ. ഈ മീനിന് എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് പൊക്കോട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനിടയ്ക്ക് മീൻ കറി വയ്ക്കാനുള്ള ചെറിയ പരിപാടികളുണ്ടല്ലോ. ഞാൻ എപ്പോഴും മീൻ വയ്ക്കുമ്പോൾ തേങ്ങ അരച്ച് വയ്ക്കാറാണ് ചെയ്യാറ്. ഈ ഭയങ്കര ശബ്ദം കേൾക്കും. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, അവിടുത്തെ ശബ്ദം കൂടെ കേട്ട് നിങ്ങൾക്ക് വോയിസ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പാത്രം ചൂടാക്കാൻ വെച്ചേക്കണം. എന്തെന്ന് വെച്ചാൽ മസാല ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായതിന് അടുപ്പ് ഓഫ് ചെയ്തു.
അല്ലെങ്കിൽ പൊടി ഐറ്റംസൊക്കെ ഇടുമ്പോഴത്തേനും കരിഞ്ഞു പോകും. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഇടത് കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, വീഡിയോ എടുക്കുന്നതുകൊണ്ട്. വലത് കൈ വെച്ചിട്ട് വേണം ഞാൻ എനിക്ക് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ചട്ടിയുടെ ചൂട് മാറി, അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് തീ വെച്ച് കുറച്ചൊന്ന് ചൂടാക്കി എടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് എന്താ പറയുക, അതിൻ്റെ മൂത്ത മണം ഒക്കെ വരട്ടെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വേറെ അധികം ഡെക്കറേഷനൊന്നും ഇല്ല ഞാൻ മീൻ വയ്ക്കുന്നതിൽ. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ചട്ടിയുടെ നടുക്ക് നല്ല ചൂടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് സൈഡും അങ്ങനെ സൈഡിലോട്ട് പൊടി വെച്ചത്. ഇല്ലെങ്കിൽ ആ പൊടിയെല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ജാറിൽ കുറച്ച് തേങ്ങ, അപ്പോൾ അധികം തേങ്ങയിൽ ഒരു വലിയൊരു പിടി തേങ്ങ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നതുകൊണ്ടാണ് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇടുന്നത്. അതിലോട്ട് ഞാനിനി ഈ ചൂടാക്കി വെച്ചിങ്ങനെ പൊടി കൂടെ ഇടും. പൊടിയിട്ട് ഈ സൈഡിലൊക്കെ പോകാൻ കാരണം ചട്ടിക്ക് ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഒരു ഉള്ളി, ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകണം. മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നല്ല, കഴുകിയിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് കഴുകി എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ അങ്ങനെ പോകട്ടെ. വിഷം പിടിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി നല്ലതല്ലേ. പിന്നെ എല്ലാവരും മീൻ കഴുകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉപ്പിട്ട് കഴുകാറുണ്ട്. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കഴുകും. മീൻ വൃത്തിയാക്കുമ്പോൾ എനിക്ക് നിറയെ വെള്ളത്തിന് ചിലവാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഐസിട്ട മീൻ കിട്ടുന്നതുകൊണ്ട് ഉപ്പിട്ട് കഴുകലും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുമ്പോഴും വെള്ളത്തിന് കുറച്ച് ചിലവ് കൂടുതലാണ്. അതുകൊണ്ട് മീൻ കഴുകുന്നതിന് ഇത്രയും വെള്ളം നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ മറുപടി ഇല്ല പറയാനായിട്ട്. കാരണം നമുക്ക് ഒരു സമാധാനത്തിന് ശരി നന്നായിട്ടൊന്ന് കഴുകി ഉപയോഗിക്കാൻ വേറെ വഴിയുള്ളൂ. പിന്നെ തിരുപ്പൂരിൽ കടലൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഐസിട്ട മീനേ ഇവിടെ കിട്ടുള്ളൂ. ചിലപ്പോൾ 2 ദിവസമൊക്കെ ആയ മീനൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുക. മീനിനെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് നന്നായിട്ട് എന്താ ചെയ്യുക, ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനേ ഉള്ളൂ മാർഗം. ഇനി അടുത്ത് ആ പാത്രത്തിൽ മീനെടുത്ത് മാറ്റാം. കാരണം ഇത്രയും മീൻ അധികം ഞാൻ ഇന്ന് കറിയിലിടില്ല. ഒരു 2 ദിവസത്തേക്കുള്ള 3 ദിവസത്തേക്കുള്ള മീനുണ്ട്. ഇത് ഞങ്ങൾ വീട്ടിൽ 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു 3 ദിവസമൊക്കെ കഴിക്കാനുള്ള മീൻ ഇതിലുണ്ട്. ഞാനെടുത്ത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചേക്കും. ആഗ്രഹം തോന്നുമ്പോൾ എടുത്ത് വറുത്തോ അതിന് കഴിക്കാമല്ലോ. ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അരച്ച അരപ്പ് എല്ലാം കൂടെ ഞാൻ ചട്ടിയിലാക്കി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, ഉപ്പ്, പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഞാൻ സാമ്പാർ വയ്ക്കാനാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാനിങ്ങനെ മീൻകറി വെക്കാറ്. നല്ല തിള വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആ നെത്തോലി കുറച്ചെടുത്തിടാം. പറഞ്ഞില്ല, അത്രയും നെത്തോലി ഒരു ദിവസം കറി വെച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൂടെ ഞങ്ങൾക്ക് പോകും. നെത്തോലി ഇട്ടിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നെത്തോലി ഇടുന്നതാണ് നല്ലത്, അപ്പോൾ പെട്ടെന്ന് പൊടിയില്ല. ഇപ്പോൾ നെത്തോലി മീനെന്നല്ല, എല്ലാ മീനും തിള വന്നിട്ട് ഇടുന്നതാണ് ബെസ്റ്റ്. പിന്നെ ഐസിട്ട് വന്ന മീനോടെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. വേറെ പരിപാടിയൊന്നുമില്ല, ഇത്രയും തന്നെ ഉള്ളൂ. ഞാനത് മൂടിയിട്ടുണ്ട്. ഇടയിൽ വരുന്ന ശബ്ദങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്, സോറി. തിള വന്നിട്ടുണ്ട്, ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഇതിൽ താളിപ്പ് പരിപാടി ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മീൻകറിയും ടേസ്റ്റ് ഉണ്ടാവും. താങ്ക് യു. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ തിള വന്നതുകൊണ്ട് മൂടി വയ്ക്കാം.